രാവിലെ 7:45 പാലക്കാട് ഗൂഡല്ലൂർ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ബഹുമാന്യനായ ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിനെ നേരിൽ കണ്ട് പാലക്കാടിന്റെ ഈ ആവശ്യം ഉന്നയിച്ചതിനോട് അദ്ദേഹം എടുത്ത പോസിറ്റീവ് നിലപാടിന് പാലക്കാടിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം മന്ത്രിയോട് ആവശ്യപ്പെട്ട പാലക്കാട് നിന്നുള്ള സുബ്രഹ്മണ്യം ബസിന്റെയും പാലക്കാട് വീരാജപേട്ട ബസിന്റെയും ഫ്ളാഗ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വലിയ ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന വോൾവോ ബസ്, പുതിയ ബസ്, ആ ബസിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തത് രാത്രി 9 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്ന് സഖാക്കളൊക്കെ വിറളി പിടിച്ച് തുള്ളുകയായിരുന്നു. എന്തായിരുന്നു കാര്യം? രാഹുൽ തലയിൽ മുണ്ടിട്ട് പോയി. രാഹുല് ഔദ്യോഗിക വാഹനത്തിലല്ല പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ, ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വന്നത്. രാഹുല് ഡ്രസ്സ് മാറിയിട്ട് സാധാരണ ഷർട്ടും മുണ്ടൊക്കെ ഉടുത്താണ് സാധാരണ ധരിക്കുന്ന വസ്ത്രം അതായിരുന്നുവെങ്കിൽ, പക്ഷേ ഈ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വന്നത് അന്ന് ബർമുടയും ഈ പറയുന്ന ടീഷർട്ടും ഇട്ടാണ്. അങ്ങനെ പല വാദങ്ങളും നമ്മൾ കണ്ടു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങൾ, DYFIയുടെ ക്രിമിനൽ സംഘങ്ങൾ, DP കുട്ടന്മാർ ഈ പറയുന്ന പാലക്കാട് ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്ററെ പോയി തെറി വിളിക്കുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് ഇവരൊക്കെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി ഇത് ഞങ്ങളെ ഒന്നും അറിയിക്കാതെയാണ് ചെയ്തത്, ഇനി ഞങ്ങളെ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ലേ? ഇവരെ വെല്ലുവിളികൾ നമ്മൾ കേട്ടു, ഇവരുടെ ഭീഷണികൾ നമ്മൾ കേട്ടു. ഇതൊക്കെ കണ്ടും കേട്ടും പഴകിയ നമ്മള് ഇന്നിപ്പോ അതേ KSRTC ഡിപ്പോയില്, പാലക്കാട് ഡിപ്പോയില് രാഹുല് 3 ബസ്സുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് രാവിലെ 7:30. അതും ഈ പറയുന്ന ആളുകളെയൊക്കെ മുൻകൂട്ടി അറിയിച്ചിട്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ 7:30 ഈ പറയുന്ന റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഡേറ്റും സമയവും ഒക്കെ കുറിച്ചുകൊണ്ടൊരു സ്റ്റോറി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തേ ഡിഫിക്കുട്ടന്മാരെ, നിങ്ങളെ ആരെയും ഈ ഒരു വഴിക്ക് പോലും കണ്ടില്ലല്ലോ. അതോ പാലക്കാട് ഡിപ്പോയില് INTUC-കാർ മാത്രമേ ഉള്ളോ? CIT-കാരനില്ലേ? BMS-കാരനില്ലേ? സന്തോഷ് ശിവന്റെ ആളുകളില്ലേ? ശ്രീകൃഷ്ണകുമാറിന്റെ ആളുകളില്ലേ? മിനി കൃഷ്ണകുമാറിന്റെ ആളുകളില്ലേ? ആരുമില്ലേ? സരിന്റെ ആളുകളില്ലേ? സുരേഷ് ബാബുവിന്റെ ആളുകളില്ലേ? എവിടെ പോയടോ? ആരെയും കാണുന്നില്ലല്ലോ. ഇതെന്ത് പറ്റി നിങ്ങൾക്ക്? ഇപ്പൊ ഞങ്ങൾക്കൊരു ഉഷാറില്ലല്ലോ. നിങ്ങളൊന്നും വരാത്തത് കൊണ്ട്, നിങ്ങളൊക്കെ തടയാത്തത് കൊണ്ട്, രാഹുലിനെ തടയാൻ നിങ്ങളൊന്നും ആയിട്ടില്ല മക്കളെ. അതിന് ഒരു ജന്മമല്ല, പല ജന്മം ജനിച്ചാലും നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ലടോ. നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. നിങ്ങളുടെ പരാതികൾ എന്തായിരുന്നു? ആരെയും അറിയിക്കാതെ തലയിൽ മുണ്ടിട്ട് വാഹനമില്ലാതെ മറ്റൊരു വാഹനത്തിൽ വന്ന് തിരിച്ചറിയാതിരിക്കാൻ നിക്കറും ടീഷർട്ടും ഇട്ടാണ് വന്നത് എന്നൊക്കെ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. എവിടെ പോയി? നിങ്ങൾ തടയാൻ ആളുകളില്ലേ? എന്തേ ചുണക്കുട്ടികളില്ലേ? അതെ, കുണ്ടിയിൽ തീട്ടമില്ലേ നിങ്ങൾക്ക്? എന്ത് പറ്റി നിങ്ങൾക്ക്? എന്താണ് പറ്റിയത്? സരിൻ അവിടെ പോയി? നിങ്ങളെ പറഞ്ഞുവിടാൻ, നിങ്ങളെ പിരികേറ്റാൻ പിരായിരിയിലെ പറയിൻ എവിടെ പോയി? കാണുന്നില്ലേ? പാലക്കാട്ട് മഷിയിട്ട് നോക്കണം. ഗോവിന്ദനോട് പറയണം എവിടെ പോവാൻ. നമ്മളെ പയ്യന്നൂരിലെ ഗോവിന്ദൻ പോയി കണ്ട ജോത്സ്യനില്ലേ? എന്ത് പ്രശ്നത്തിലെ? ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചത് മുക്കാൻ, അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ എന്താണ് വഴി എന്ന് ചോദിച്ചിട്ട് പയ്യന്നൂരിലെ ജോത്സ്യനെ പോയി കണ്ടില്ല ഗോവിന്ദൻ. ആ ഗോവിന്ദൻ സഖാവിനോട് പറയണം ഒന്നുകൂടി പയ്യന്നൂരിലേക്ക് പോകണം. എന്താ ചെയ്യേണ്ടത്? പയ്യന്നൂരിൽ പോയിട്ട് ജോത്സ്യനെ കണ്ടിട്ട് ചോദിക്കണം, ഞങ്ങളെ പിരായിരിയിലെ പറയിൻ എവിടെ പോയി എന്ന് ചോദിക്കണം. മഷിയിട്ട് നോക്കാൻ പറയണം, കബഡി നിരത്താൻ പറയണം, സരിനെ കണ്ടെത്താൻ പറയണം. DYFIയുടെ കൂട്ടന്മാരെ മറക്കരുത്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ കാണുമ്പോൾ ഈ ആവശ്യം എന്ന് പറയണം. കാരണം കണ്ടെത്തിയിട്ട് പാലക്കാട് എത്രയും പെട്ടെന്ന് എത്തിക്കണം. കാരണം പാലക്കാട്ട് രാഹുൽ വിലസുകയാണ്, രാഹുൽ തരംഗമാകുകയാണ്, അയാൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സജീവ പ്രവർത്തനങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ കാഴ്ചവെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തടയാൻ സരിൻ വേണം മക്കളെ, പറയിൻ വേണം മക്കളെ. പിരായിരിയിലെ പറയിൻ വേണം. തടയണ്ടേ നമുക്ക്? രാഹുലിന് കാണിച്ചു കൊടുക്കേണ്ടേ നമുക്ക്?
പണ്ട് ഈ വാക്ക് പറയുമ്പോഴേ, കാണിച്ചു തരാമെന്ന് പറയുന്ന വാക്ക് പറയുമ്പോഴേ, പണ്ടത്തെ ഈ പറയുന്ന നൊസ്റ്റാളജിയാണ് ഓർമ്മ വരുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും കൂട്ടുകാരുമൊത്ത് വഴക്കൊക്കെ ഇട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവസാനം രണ്ടെണ്ണം ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ അങ്ങോട്ട് പറയുന്നൊരു വാക്കുണ്ട്, കാണിച്ചു തരാടാ നിനക്ക് എന്ന്. അന്ന് തിരിച്ചപ്പുറത്ത് നിൽക്കുന്നവൻ പറയും, കാണിച്ചു തന്നാ കൂക്കി വിടുമെന്ന്. ഇപ്പൊ സരിനോടും എനിക്ക് അതാണ് പറയാനുള്ളത്. സരിനോടും അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സരിനെ കാണിച്ചു തന്നാൽ കൂക്കി വിടും. ഞങ്ങൾ കൂക്കി വിളിക്കും. കാരണം കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചാൽ കൂക്കി വിളിക്കലാണ് സാധാരണ പതിവ്. അതുകൊണ്ട് ഞങ്ങൾ കൂക്കി വിളിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സരിന് അത്തരത്തിൽ ഈ പറയുന്ന സ്വകാര്യ ഭാഗങ്ങളൊന്നും ആരെയും കാണിക്കാൻ പാടില്ല കേട്ടോ. അത് വലിയ പ്രശ്നങ്ങളാവും, കേസുകളാവും. ഇതൊക്കെ നമ്മുടെ നാട്ടില് അനുവദനീയമല്ല എന്നുള്ള ഒരു കാര്യം സരിന്റെ ഓർമ്മയിൽ വേണം. എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട്ട് മുന്നേറുകയാണ്. KSRTC ഡിപ്പോയിൽ ഒരിക്കൽ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ പറഞ്ഞവര്, തടയുമെന്ന് പറഞ്ഞവര്, ഞങ്ങളെ അറിയിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ തടയാൻ എത്താത്തത് എന്ന് പറഞ്ഞവര്, CITUക്കാരെ അറിയിച്ചില്ലെന്ന് പറഞ്ഞവര്, BMSകാരെ പരിപാടി നടത്തുന്നത് അറിയിച്ചില്ലെന്ന് പറഞ്ഞവര് ഒക്കെ ഇപ്പൊ എവിടെ പോയി? ഈ കഴിഞ്ഞ ദിവസം രാഹുൽ തന്നെ സ്റ്റോറി ഇട്ടില്ലേ? രാഹുൽ തന്നെ അനൗൺസ് ചെയ്തില്ലേ നാളെ രാവിലെ 7:30 ഡിപ്പോയിൽ ഇത്തരത്തിലൊരു പരിപാടിയുണ്ട് എന്ന്? എന്തേ ആരെയും കാണാത്തത്? എന്തേ CITUക്കാരെല്ലാം INTUCയിൽ ചേർന്നോ? എന്തേ BMSകാരെല്ലാം INTUCയിൽ ചേർന്നോ? എന്ത് പറ്റി നിങ്ങൾക്ക്? നമുക്ക് രാഹുലിനെ തടയേണ്ട മക്കളെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ അപകടമുണ്ട് നിങ്ങളുടെ മുന്നില്. എന്താണ് അപകടം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 2026 തെരഞ്ഞെടുപ്പിലും വലിയ സ്വാധീനമായി മാറും പാലക്കാടിന്റെ മണ്ണില്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് രാഹുലിനെ തളക്കാൻ പിന്നെ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പൊ തളക്കണം. അയാളെ തളക്കുകയാണെങ്കിൽ, അയാളെ പൂട്ടാനാണെങ്കിൽ ഇപ്പൊ പൂട്ടണം. അയാൾക്കെതിരെ പ്രതിഷേധിക്കാനാണെങ്കിൽ ഇപ്പൊ പ്രതിഷേധിക്കണം. അയാളെ കാലുകുത്തിക്കാൻ സമ്മതിക്കാതിരിക്കാനാണെങ്കിൽ ഇപ്പൊ നടത്തണം. പിന്നീട് ഇതുപോലൊരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം 2026 തെരഞ്ഞെടുപ്പിന് വലിയ താമസമൊന്നുമില്ല, വലിയ കാലദൂരമില്ല, അതിവിദൂരമല്ല 2026. ഏത് നിമിഷവും ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടും. ആ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് രാഹുലിന്റെ തേരോട്ടമായിരിക്കും. പിന്നെ അയാളുടെ മുഖത്ത് നോക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് സരിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഗോവിന്ദൻ മാഷിനോട് ആളെ വിട്ട് ചെയ്യിക്കാൻ പറയണം. കബഡി നിരത്തണം, മഷിയിട്ട് നോക്കണം. സരിനെ എത്രയും പെട്ടെന്ന് പാലക്കാട് എത്തിക്കണം. പറ്റുമെങ്കിൽ രാഹുലിനെ തടയണം മക്കളെ. ചുണയുണ്ടെങ്കിൽ ചെയ്യടാ. രാഹുൽ കുതിക്കുകയല്ലേ, രാഹുൽ പാലക്കാട്ട് വിലസുകയല്ലേ, അയാൾ വലിയ തരംഗമാവുകയല്ലേ. തടയാൻ കെൽപ്പുണ്ടോ നിങ്ങൾക്ക്? സാധിക്കില്ലടോ. അതിനൊക്കെ ഇനിയും പല ജന്മങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് പറീനല്ല, അപ്പുറത്ത് നിൽക്കുന്നത് സരിനല്ല, അപ്പുറത്ത് നിൽക്കുന്നത് സുരേഷ് ബാബു അല്ല, അപ്പുറത്ത് നിൽക്കുന്നത് MV ഗോവിന്ദനല്ല, അപ്പുറത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഇനി ഇതിന്റെ കമന്റ് ബോക്സും നമുക്ക് പരിശോധിക്കാം. ബസ് വിടാൻ വരട്ടെ, പിരായിരി എണ്ണിക്കഴിഞ്ഞാൽ ഞാനാ MLA എന്ന് സി പറീൻ. രാഹുൽ പോകുന്ന സ്ഥലങ്ങളിൽ പ്രായഭേദമന്യേ സ്ത്രീകൾ അടക്കം സെൽഫി എടുക്കാൻ വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സ്ത്രീ സമൂഹം രാഹുലിനെ കൈവിട്ടിട്ടില്ല എന്നതിന് തെളിവാണ് അത്. രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞവൻ മാർക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് രാഹുലിന്റെ തിരിച്ചുവരവ്. ഫുൾ സപ്പോർട്ട്. രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ദിവസേന ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ട് ഉൾപുളകിതരായി ഇരിക്കുന്നുണ്ടാവും. 2 ചാനലുകാരും ഒരു വാർത്ത വായനക്കാരിയും കൂടി ഉയർന്നു വന്ന ഒരു യുവ നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ PR ഏജൻസികളുടെ സഹായത്തോടെ നടത്തിയ നാടകം. താങ്കൾ വീണ്ടും ഉയർന്നു പൊങ്ങുന്ന കാഴ്ച. ജനങ്ങൾ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച പദവിയിൽ മുന്നേറുക. രാഹുൽ സ്വന്തം മണ്ഡലത്തിൽ ഫുൾ ആക്റ്റീവ് ആകുമ്പോൾ ഇവിടെ CJP മുന്നണികൾ കൂട്ടക്കരച്ചിൽ നടത്തുന്നു. പിരായിരി വഴി ഒരു ബസ് വേണം, അതും സൂപ്പർ ഫാസ്റ്റ്. സരിൻ മൂലയിൽ സ്റ്റോപ്പ് വേണം എന്ന് മറ്റൊരാള്. അയ്യോ ഞങ്ങളെ അറിയിച്ചില്ല എന്ന് CJP കൂട്ടുകെട്ട്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്കാര്. ഇവനെ കൊണ്ട് ഒരു രക്ഷയുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ CJPക്കാരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കരുത്. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർക്ക് മുഖമടിച്ചുള്ള അടിയാണ് രാഹുലിനൊപ്പം.
ഇത് ഇന്ന് വീണ്ടും ഇതൊക്കെ നമ്മുടെ പിരായിരി MLA പരിൻ എങ്ങനെ സഹിക്കും എന്നും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടക്കുന്ന മറ്റു ചിലർ കുത്തിത്തിരിപ്പ് പരിപാടിയുമായി മുന്നോട്ട്, മറ്റു ചിലർ കരച്ചിലുമായി മുന്നോട്ട്, നമ്മൾ വികസനവുമായി മുന്നോട്ട്. അങ്ങനെ ഒരു എന്താ പറയേണ്ടത്, വലിയ ഒരു നീണ്ട നിര കമന്റുകൾ തന്നെ ഈ കമന്റ് ബോക്സുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അർപ്പിച്ച് എത്തുകയാണ് പ്രേക്ഷകർ. ചുരുക്കി പറഞ്ഞാൽ തടയുമെന്ന് പറയുന്നവരും വെല്ലുവിളിച്ചവരും ഒക്കെ എവിടെയാണെന്ന് പോലും മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാൻ കഴിയുന്നില്ല. പിരായിരിയിലെ സരിന്, പിരായിരിയിലെ പരിന് എവിടെയുണ്ടെന്ന് ഗോവിന്ദൻ മാഷെ ഒന്ന് ദയവ് ചെയ്ത് ഒരു വാർത്താ സമ്മേളനം നടത്തി കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്.